ശിവാംഗി കൃഷ്ണകുമാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ശിവാംഗി. ഹായ്. ശിവാംഗി ആലിയ ഭട്ടിനെ പോലെ ഉണ്ടോ ഇപ്പോ ക്യാമറയിൽ നോക്കി? അറിയില്ല. അറിയില്ല. ആലിയ ഭട്ടിനെ ഭയങ്കര ഇഷ്ടമാണോ ശിവാംഗി? ഭയങ്കര ഇഷ്ട. അപ്പൊ ഈ ക്യാമറാമാനോട് പറഞ്ഞോ ആലിയ ഭട്ടിനെ പോലെ ആക്കി തരാൻ വേണ്ടിയിട്ട് ആംഗിളൊക്കെ മാറ്റിയിട്ട്? അതാ ആംഗിളൊക്കെ മാറ്റാൻ ട്രൈ ചെയ്തു. പക്ഷെ ഇന്നെന്താ ദിവസം ഇങ്ങനെയാ, ഫുൾ ഫേസും വന്ന് ഇത് ക്യാമറ ഫേസ് ആയതുകൊണ്ട് പറവാല്ലോ. പക്ഷെ ഒരു സൈഡ് ആരെ പോലെയാ അപ്പോ? വിനി കൃഷ്ണകുമാറിനെ പോലെ? ഇല്ല, അതെന്താന്നറിയോ, എന്റെ ഒരു സൈഡ് ഓഫ് ദ മൂഞ്ചിരിക്കുന്നല്ലേ, അത് വന്ന് കുറച്ച് ഒരുമാതിരി നല്ല സ്ലിം ഉണ്ടാവും. ഈ സൈഡ് കുറച്ച് കവിള് ചാടിയതാ. സോ അതുകൊണ്ട് ഞാൻ എപ്പോ ഫോട്ടോ എടുക്കുമ്പോ കൂടെ ഇങ്ങനെയാ ഞാൻ കൊടുക്കുള്ളൂ, അവിടെ ഞാൻ ഇങ്ങനെയാ കൊടുക്കുള്ളൂ. പക്ഷെ ഇപ്പോ ആംഗിൾ ഇങ്ങനെ ആയതുകൊണ്ട് ശരി പറവല്ലോ. ഇവിടെ തൽക്കാലം ക്ഷമിച്ചു. ക്ഷമിച്ചെങ്കിലും ശിവാംഗി ഇപ്പൊ ശിവാംഗി സ്റ്റാർ ആകുന്നത് എ.ആർ. റഹ്മാൻ സാറിന്റെ പാട്ട് പാടിയത് കൂടെ കൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ശ്വേത ഇവിടെ പാടിയ പാട്ട് അവിടെ വന്ന് മലയാളത്തിൽ പാടാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും വിനി കൃഷ്ണകുമാറായിട്ടൊരു കണക്ഷൻ ഉണ്ട്, എ.ആർ. റഹ്മാൻ സാറുമായിട്ടൊരു കണക്ഷൻ വന്നു. അപ്പൊ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ അത്? കറക്റ്റ്. അതായത് ചെറിയ വയസ്സിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു ഞാൻ ആലോചിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോ ശ്വേത ചേച്ചിയാണോ എനിക്ക് മുമ്പേ അമ്മയുടെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ഇന്ത്യ വரைக்கும் പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. കണ്ടിപ്പാ അതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വെച്ച്. അതെ, അത് തീർച്ചയായിട്ടും ഉണ്ട്, അത് വരും. ശ്വേത ചേച്ചി പാടിയ പാട്ട് എനിക്കൊന്ന് ദിടീർന്ന് ഒരു ദിവസം കോൾ വന്നു. ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോ കോടമ്പാക്കത്തില്, പഞ്ചത്തൻ റെക്കോർഡിങ്. സോ അവിടെ പോയിട്ട് വാട്ടർ പാക്കറ്റ് ഓൾറെഡി അതൊന്ന് ഹിറ്റായിരുന്നു. വാട്ടർ പാക്കറ്റ് സോങ്ങിന്റെ മലയാളം പാടാൻ വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വരാൻ പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരുന്നു. കഴിക്കുന്നെല്ലാം നിർത്തിയിട്ട് ഞാൻ ഓടിപ്പോയി. അതെ, അന്ന് അമ്മ അപ്പാവും ഊരിലില്ല, അവര് ഒന്ന് ട്രിവാൻഡ്രത്തിൽ ഒന്ന് കച്ചേരിയിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ ബ്രദർ അവിടെ വണ്ടിയെല്ലാം പോവില്ല, ഭയങ്കര സ്മോൾ റോഡ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും സ്കൂട്ടിയിൽ പോയിട്ട് അവനെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു. നമുക്ക് രണ്ടുപേരും പാടാം. നീ അടുത്ത് വരുന്നോലപ്പട്ടമായി ചുമ്മാ നടക്കും മധുര കട്ടിയാലുയിരിൽ പതിച്ചു വെച്ചോന അലിയാലുവ പോലെ പുഞ്ചിരിച്ചോന മനസ്സാൽ എനിക്ക് ഒരു പഞ്ഞി മിഠായ, ആഹാ പഞ്ഞി മിഠായ, അയ്യോ പഞ്ഞി മിഠായ, സോജാവാ മടിത്തടത്തിൽ രാവിലെ വെളിച്ചാഞ്ച് ചുമ്മാ ചാരാതെ കരിമിഴിയെ വാട്ടർ പാക്കറ്റ് കണ്ണ് ഈ കാട്ടുമുളക് പോലെ ഞാൻ എരിവറിഞ്ഞ നെഞ്ച് ഈ മനസ്സ് കൊളുത്തി എന്നെ നീ മീനെ പോലെ റാഞ്ചി. അടിപൊളി. ഇത് ധനുഷ് ശരിക്കും അമ്മയുടെ ശിഷ്യനാണെന്നുള്ളത് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. താങ്ക് യു. അത് അടിപൊളിയല്ലേ? അതെ. അപ്പൊ എത്ര കണക്ഷൻ ആണ് വരുന്നത് ഈ ഒരു പടത്തില്? എല്ലാമേ അമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്നു. ഓമനെ കുഞ്ഞേ നിന്നെ, ആ പാട്ട് ഓർമ്മയുണ്ടോ ശരിക്കും പാടിയതിനെ കുറിച്ച്? ജയചന്ദ്രൻ സാറിന്റെ ആദ്യത്തെ പാട്ടാണ് ശിവാംഗിയുടെ. ഓർമ്മയുണ്ട്. എനിക്കെന്തോ ഓർമ്മയുണ്ടെന്നാ ഒരുമാതിരി ഞാൻ വീട്ടിലേതോ ചെയ്തോണ്ടിരുന്നു, എന്നെ ദിടീർന്ന് എവിടെയോ കടത്തി കൊണ്ടുപോയി ഒരു സ്റ്റുഡിയോയിൽ നിർത്തിയിട്ട് മൈക്ക് മുன்னாடி നിക്കാൻ വെക്കുന്നു. പാടെന്ന് പറയുന്നു, പാടാൻ വരുന്നില്ല. എന്നിട്ട് എന്തായിരുന്നാ ഐ തിങ്ക് അങ്ങനെ റാൻഡമാ റെക്കോർഡ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയാ ആ ലൈന് പഞ്ചാര ഉമ്മ തരാൻ വാ അത് വന്ന് പുറകിൽ അപ്പാവും അമ്മാവും നിന്നിട്ട് ആ പാടുന്ന്. എനിക്കെന്താ ഞാൻ ഏതോ ചെയ്തോണ്ടിരുന്നു, ദിടീർന്ന് എന്നെ ഒന്ന് ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുക വെച്ചിട്ട് പാടുന്ന അത്. എന്നിട്ട് അത് വേറെ അങ്ങനെ പാടിയിട്ട് കുറച്ചേരം നിന്നിട്ട് പാത്താ ദിടീർന്ന് ഇക്കിളി മുട്ടി അമ്മ. എന്നിട്ട് നോക്കിയാ ചിരിച്ചു. എന്നിട്ട് റെക്കോർഡിങ് ഓവർ, വീട്ടിൽ വന്നു. അതെങ്ങനെ ചിരിച്ചേ? ആ ചിരി അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇപ്പോഴും. ചിരി ഓർമ്മയുണ്ടോ? ചിരി ഓർമ്മയുണ്ട്. ഇപ്പൊ കൂടെ റീസെന്റ് റീലിൽ വന്നു. അതിക്കളി മുട്ടിയാ ആ ചിരി ഇനിയും വരും. ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ചിരി? ശിവാംഗിക്ക് തന്നെ അത് അനുകരിക്കാൻ പറ്റുമോ? ആഹാ, അത് ഒരുമാതിരി ഫേക്ക് ആയിട്ടുണ്ടാവും. ഭയങ്കര ജെനുവിനാണ് ശിവാംഗി എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ദേഷ്യം വരുമ്പോ ഈ ജെനുവിനിറ്റി എങ്ങനെ കാണിക്കും? ഇന്നലെ നൈറ്റ് എന്റെ വീട്ടിൽ വന്നിട്ട് എല്ലാ ഇൻഫർമേഷനും എടുത്തിട്ട് പോയി. ശരി, അതാവത് ഈ രജനീഷ് ചേട്ടൻ വന്ന് എന്റെ വീട്ടിൽ വന്ന് നൈറ്റ് വന്ന് വീട് നോക്കാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി ഇൻഫർമേഷൻ എല്ലാം വന്ന് എന്റെ വയലിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് അത് ഇന്റർവ്യൂവിൽ എടുത്ത് ചോദിക്കാം. ശരി ഫൈൻ, എന്താന്നാ ഇപ്പൊ ഇങ്ങനെ ചിരി സംസാരിക്കില്ലേ, അതേമാതിരി ദേഷ്യം വന്നാന്ന് വെച്ചോ, ഈ വീട് രണ്ടായിപ്പോ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ നിന്ന് വിറയ്ക്കും.
അല്ല ആ എന്താണെന്നറിയോ, എനിക്കൊരു വീക്ക് പോയിന്റ് ഉണ്ട്. ആ വീക്ക് പോയിന്റ് വെച്ച് എന്നെ ട്രിഗർ ചെയ്താൽ ഞാൻ അവരെ മുകളിൽ ഏറി ചവിട്ടി എന്നിട്ട് ഞാൻ വെളി പോകും. ഓ ഇറങ്ങിപ്പോവും. ഞാൻ ബിഗ് ബോസിൽ പോയാൽ എന്റെ പേര് കണ്ടിപ്പാ മോശമാവും. ഓ അതുകൊണ്ട് ബിഗ് ബോസിൽ പോകണ്ട. പോയല്ലേ ഞാൻ എന്റെ வாழ்க்கைയിലെ പോലെ. ഇന്നലെ ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്നെ ശിവാംഗി പറഞ്ഞു ഈ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതില്ല, അപ്പൊ മറ്റുള്ളവർക്ക് വിഷമാവൂലേ, അത് ഹാംഫുൾ ആവൂലേ, അങ്ങനെ ചിന്തിക്കൂലേ? അത് ആരുടെ അടുത്ത് ദേഷ്യം കാണിക്കണമെന്നുണ്ട് ഉണ്ട്. ഇപ്പൊ ആരോ വഴിയിൽ റോട്ടിൽ പോകുന്ന പറവല്ല, അവര് എന്ത് പറഞ്ഞാൽ നമുക്കെന്താ, എന്തിനാ അവർക്കും നമുക്ക് സംബന്ധമല്ല. ഇപ്പൊ നമ്മുടെ സ്വന്തം അമ്മപ്പ നമ്മൾ ഒരുമാതിരി പറഞ്ഞാൽ നോക്കോ വരില്ലേ, നമ്മുടെ സ്വന്തം റിലേറ്റീവ്സ് അവര് അമ്മപ്പ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് മനസ്സിലെടുക്കൂല. സോ അതുകൊണ്ട് അങ്ങനെ നമ്മാണ് പറഞ്ഞ എനിക്കറിയില്ല അവര് മനസ്സിലെടുത്തിട്ടുണ്ടായില്ല. സോ അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ ശിവാംഗി എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര ജെനുവിനാണ്. പക്ഷേ ആ സമയത്ത് ഈ ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ശിവാംഗി. കൺട്രോൾ ചെയ്യേണ്ടതില്ല എന്തിനാ ഇപ്പോ ഈ ദേഷ്യമെല്ലാം നമ്മുടെ ഉള്ളിൽ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് പറ. നമ്മുടെ ഉള്ളിൽ വെച്ചാ അതും ഒരുമാതിരി നമ്മുടെ ബോഡിയിൽ എവിടെങ്കിലും പോയി സ്റ്റോറായി ക്യാൻസർ ഒരിക്കലും വരാനുള്ള വായ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഏതർ തെറപ്പി പോകുന്നത്, അല്ലെങ്കിൽ ഈ ഐസ് വാട്ടറിൽ കുളിക്കുന്നത്, എന്നിട്ട് ഈ അക്യുപഞ്ചർ അതൊക്കെ ചെയ്യുന്നത് എന്തിനാ? നമുക്കൊരുമാതിരി വേദന വരും, വേദന വന്നിട്ട് നമ്മൾ മനസ്സങ്കടം വരും, മനസ്സങ്കടം വന്ന് ഡിപ്രഷൻ വരും. ഉടനെ ഡോക്ടർ എന്ത് പറയും, ഇതെല്ലാം ചെയ്യുന്നു പറയും. അതിന് ചെയ്യുന്ന പോലെ നമ്മൾ ദേഷ്യം കാട്ടിട്ട് അങ്ങനെ നിമ്മതിയെ പടുത്ത് ഉറങ്ങിയാ പോരെ. അതാണ് അതും അമ്മപ്പായതുകൊണ്ട് ഓക്കെ ഫൈന്. തമിഴിലെ എന്റെ ഫ്രണ്ട്സോ ആരെടുത്തും നല്ല വാക്ക് ഉപയോഗിച്ച് ഞാൻ ദേഷ്യപ്പെടും. അതെ, അതപ്പം മുന്നും പിന്നും ഒന്നും നോക്കൂല, അപ്പൊ അങ്ങ് ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെടുന്നത് ന്യായമായ വിഷയമായിരിക്കും. ഞാൻ ചുമ്മാ ദേഷ്യപ്പെടില്ല. ആക്ച്വലി ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, ഇപ്പൊ ഇല്ല. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ആവും. അപ്പൊ എന്റെ മോള് എന്ന് ആ ചേട്ടൻ ചിരിക്കാം ഞാൻ അപ്പൊ ഒരു കാര്യമുള്ള കാര്യത്തിലായിരിക്കും ദേഷ്യപ്പെടുക, ഇല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല. ഇല്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടില്ല. ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിനെ ഒന്നും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരും. അതാ ആരായിരുന്നോ കൂടെ ഞാൻ ഒന്ന് സ്പെയർ ചെയ്യുകയില്ല. ഞാൻ അവരുടെ മൂലെ തല കയറി അടിച്ചിട്ട് എന്നിട്ട് ഈ അമ്മ അല്ല ഒന്ന് അപ്പാർട്ട്മെന്റ് മൊത്തം കേൾക്കുന്ന പറയും. പറവല്ല, കേൾക്കട്ടെ, അവർ വരട്ടെ, എന്നെ ഒന്ന് നോക്കട്ടെ, എനിക്ക് കവളയല്ല എന്നാലും ഞാൻ ഒന്ന് ഫീൽ ആവും. പുറത്തിറങ്ങി സുഹൃത്തുക്കളോടൊക്കെ ഇത് ചെയ്തതിന് ശേഷം പിന്നീട് പോയിട്ട് സോറി പറയൂ ശിവാംഗി? അവരെ എന്നെ ഒന്ന് സോറി പറയും. അത് ആ കാര്യത്തിനാണ് നമ്മൾ ദേഷ്യപ്പെട്ടത്, അതുകൊണ്ട് സോറി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, പിന്നെ നമ്മളത് ക്ഷമിച്ചു കൊടുക്കും. ഇപ്പോ ഞാൻ വന്ന് തേവല്ലാതെ കോപ്പിട്ടു, അതായത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ കോപ്പിട്ടത് ഞാൻ സോറി ആയിരിക്കും. അവരെന്നെ ഹേർട്ട് ചെയ്താൽ ഞാൻ തിരിച്ചു പോയി പറയും, ഞാൻ തന്നെ സോറി ആക്കണ്ടേ. അതെ, ഈ വീട്ടില് സാധാരണഗതിയിൽ മാമുമായിട്ട് ക്ലാഷ് വരുന്നത് ഏത് കാര്യത്തിനാണ് കൂടുതൽ? അത് ഞാൻ അമ്മ വന്നിട്ട് പറയാം. അതെ, അമ്മ വരട്ടെ, അത് നമുക്ക് പിന്നെ പറയാം.